വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് അടൂർ പ്രകാശ് എം പി. ശാസ്ത്രീയ പഠനം നടത്തിയിരുന്നോ, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ, പദ്ധതിയിൽ അഴിമതി നടന്നോ എന്നീ വിഷയങ്ങൾ അന്വേഷണ പരിധിയിൽ വരണമെന്നാണ് കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. അത്യന്തം ഗൗരവതരമായ സംഭവമാണ് നടന്നതെന്നും അടൂർ പ്രകാശ് കത്തിൽ പറയുന്നു. ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചതെന്ന് വിവരാവകാശ കമ്മീഷന്റെ മറുപടി രേഖയിൽ വ്യക്തമാക്കിയിരുന്നു. തീരദേശ പരിപാലന ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന്റെ അനുമതിയും വാങ്ങിയിട്ടില്ലെന്നും രേഖയിൽ പറയുന്നു. ടൂറിസം ഡയറക്ടർ PB നൂഹിന്റെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം നടപടിയെടുക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് വിവരാവകാശ രേഖ പ്രകാരം മനസ്സിലാക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകനും കോളേജ് അധ്യാപകനുമായ സഞ്ജീവ് എന്നയാൾ നൽകിയ വിവരാവകാശ രേഖയ്ക്കുള്ള മറുപടിയിലാണ് വീഴ്ച സംഭവിച്ചതായുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന് 15 പേർ കടലിൽ വീണത്. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നെങ്കിലും ശക്തമായ തിരമാലകൾ കാരണം കരയിലേക്ക് നീന്താൻ കഴിഞ്ഞില്ല. ലൈഫ് ഗാർഡും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചു. പരിക്കേറ്റവരെ ഉടൻ വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. 2 പേരുടെ നില ഗുരുതരമാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. ശനിയാഴ്ച വൈകുന്നേരമാണ് സംഭവം. അതേസമയം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ കൈയൊഴിഞ്ഞ് കരാർ കമ്പനിയും. അപകടമുണ്ടായ ശനിയാഴ്ച ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കിട്ടിയിരുന്നില്ലെന്നായിരുന്നു ആൻഡമാൻ കമ്പനിയായ ജോയ് വാട്ടർ സ്പോർട്സിന്റെ വാദം. ജില്ലയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് 2023 ഡിസംബർ 26-ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 7ാമത്തെ ഫ്ലോട്ടിംഗ് പാലമാണ് വർക്കലയിലുള്ളത്. തീരത്ത് നിന്ന് കടലിലേക്ക് 100 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലുമാണ് കടൽപ്പാലം. ഒരേ സമയം 100 പേർക്ക് പാലത്തിലൂടെ നടക്കാം. 700 കിലോ ഭാരമുള്ള നങ്കൂരമിട്ടാണ് പാലം പിടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, കേരള അഡ്വഞ്ചർ ടൂറിസം, വർക്കല നഗരസഭ എന്നിവയുടെ സഹകരണത്തോടെയാണ് പാലം സ്ഥാപിച്ചത്.